നമസ്കാരം കൂട്ടുകാരെ, ഞാൻ സന്ധ്യാസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മൾ കുറച്ചാൾ വീഡിയോ ഒക്കെ ഇടാതിരുന്നിട്ട് ഇന്നലെയാണ് വീഡിയോ ഇട്ടത്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കൈ നീട്ടി സ്വീകരിച്ചു, എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അപ്പം ഇനി ഇടുന്ന വീഡിയോസിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ് ഈ വീഡിയോ. കഴിഞ്ഞ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ആദ്യം പോയി കാണുക. എങ്കിലേ നിങ്ങൾക്ക് കുറച്ചും കൂടി അതിന് കാണാനൊക്കെ ഉണ്ട്. അപ്പം അതും കൂടി കാണുക. കാണാത്തവർ കേട്ടോ, കണ്ടവർ ഇതിൻ്റെ ബാക്കി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം എന്തായാലും ഞാൻ ഒന്നും കൂടി പറയുകയാണ്, ഇത് ക്രാഫ്റ്റ് വില്ലേജാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് വരണമെന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും നടന്നില്ല. പക്ഷേ ഇന്ന് അങ്ങനെ പോകാനുള്ള ഒരു അവസരം പെട്ടെന്നുള്ള ഒരു ഇതിൽ പോയതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിപ്പം നിൽക്കുന്ന ഒരു സ്റ്റുഡിയോ എന്ന് വെച്ചാൽ ഈ വുഡിൻ്റെയൊക്കെയാണ്, ഈ തടി വെച്ചിട്ട് ചെയ്തതൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. പല എല്ലാ തരത്തിലും ഈ തടി വെച്ചിട്ട് നമുക്ക് നേരിട്ട് നമ്മൾ പറയുന്നതിനേക്കാളും നേരിട്ട് കാണണം. കാരണം അത്ര അടിപൊളിയാണ്. ഇത് കണ്ടോ, ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഇത് ടീക്കുട്ടാണ് ഇതെല്ലാം. അത് ഇതിനെക്കുറിച്ച് ഒരു ഇവിടെ നിൽക്കുന്ന സാറ് പറയും. ആന, കൃഷ്ണൻ, പിന്നെ ഇത് ഗണപതിയുടെ ഇത് നിൽക്കുന്ന ആ ഫോട്ടോയിൽ കാണുന്ന സാറാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഭയങ്കര നേരിട്ട് കാണുന്നത് നല്ലൊരു കാണേണ്ടത് തന്നെയാണ്. അത്ര മനോഹരമാണിത്. ഇത് ഗണപതിയുടേത് സാറാണ്. ഇതെല്ലാം ഈ വർക്കുകളെല്ലാം ചെയ്തത് ഈ സാറാണ്. ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം ഈ മറ്റേ റോസ് എന്താ പറയും, കൃഷ്ണൻ്റെത്, മാതാവിൻ്റെത്, പിന്നെ എല്ലാ രൂപങ്ങളും ഉണ്ട്. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ സാറിനായിട്ട് ഇതിനെക്കുറിച്ച് എല്ലാം അറിയുന്നത്. സാറ് പറയട്ടെ. ഈ സ്റ്റുഡിയോ വന്നിട്ട് ആ ഫോട്ടോയിൽ കാണുന്ന KR മോഹൻ എന്ന് പറഞ്ഞ സാറിൻ്റെയാണ്. സാറ് ചെയ്ത വർക്കുകളാണ് ഈ ഇരിക്കുന്നത് കംപ്ലീറ്റ്. ഇത് വന്നിട്ട് റോസ്വുഡും ടീക്കുമാണ് മെയിൻ പ്രൊഡക്റ്റുകൾ. ബ്രൗൺ ഷെയ്ഡ്സ് എല്ലാം റോസ്വുഡും യെല്ലോ ഷെയ്ഡ്സ് എല്ലാം ടീക്കുഡാണ്. ഇത് വന്നിട്ട് ഒരു 3 കൊല്ലത്തോളം എടുത്തിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. തിരുപ്പതി ബാലാജിയാണ്. അങ്ങനെ എല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രോജക്റ്റുകളാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ അപ്പോൾ അത് കണ്ട് അടുത്ത സ്റ്റുഡിയോയിലോട്ട് പോയിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം വാദ്യോപകരണങ്ങളാണ് കൂടുതലും. എല്ലാം ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്ക് വലുതായിട്ട് അറിയില്ല. തബല, ഇതിൻ്റെയൊക്കെ പേര് മാത്രമേ അറിയൂ. പിന്നെ മദ്ദളം, അങ്ങനെ എന്നെയാണ് പറയുന്നത്, എനിക്കറിയില്ല. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് കൂടുതലും ചെയ്തുകൊണ്ട് വരുന്നത് പാലക്കാട് നിന്നാണ്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും ഒന്ന് തന്നെ ഇത് ക്രമീകരിച്ചിരിക്കുന്ന രീതിയാണ്. നമ്മൾ കാണുന്നവരെ ആകർഷിക്കുന്ന ഒരു തരത്തിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്.
ആദ്യം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പാലക്കാടുള്ള അവിടെ പാലക്കാട് പെരുവമ്പ് വാദ്യം എന്നാണ് പറയുന്നത്. പാലക്കാട് പെരുവമ്പുള്ള വാദ്യം. അപ്പോൾ അവിടെയാണ് കൂടുതലായിട്ട് ഈ വാദ്യോപകരണങ്ങൾ ഉണ്ടാക്കുന്നത്. മദ്ദളം, ചെണ്ട, തിമില ഇങ്ങനെയുള്ള വാദ്യങ്ങളൊക്കെ ഏറ്റവും ഒരു പൈതൃക ഗ്രാമം പെരുവമ്പ്. വേണ്ടി ചെയ്തു വരുന്നൊരു ഒരു ഗ്രാമമാണ് പെരുവമ്പ്. അവിടുത്തെ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇതെല്ലാം. പിന്നെ ചെണ്ട, മദ്ദളം, കിടക്ക, തിമില, തബല, ഡക്ക ഇതെല്ലാം ചെയ്യുന്നത് അതിൻ്റെ ലെതർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിന് യൂസ് ചെയ്യുന്നത് തടി വന്നിട്ട് പ്ലാവിൻ്റെ വുഡാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. പിന്നെ ഓരോ ഇൻസ്ട്രുമെൻസും അതിൻ്റെ വേറെ വേറെ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചെണ്ടൊക്കെ ആണെങ്കിൽ കാളയുടെ പോലെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മക്കളൊക്കെയാണെങ്കിൽ നമ്മൾ പോത്തിൻ്റെ കാളയുടെ തോടൊക്കെ ഉപയോഗിക്കുന്നത്. ഇടയ്ക്ക് ഇൻഡസ്ട്രിയൽ സ്കിന്നാണ് ഉപയോഗിക്കുന്നത്. തബലയ്ക്ക് ആട്ടിൻ്റെ തോടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഓരോന്നും ഓരോരോ സ്കില്ല് വെച്ചിട്ടാണ് ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിന് മിനിയേച്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മിനിയേച്ചർ പോലെ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന അതിൻ്റെ സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ മിനിയേച്ചർ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പറയുന്നതിനേക്കാളും അവർ പറയുന്ന അവർക്കായിരിക്കും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത്. അതാണ് ആ സാറിനെ വിട്ട് തന്നെ പറഞ്ഞത്. കാര്യം നമുക്കിത് കാണാനൊക്കെ അല്ലേ കൂടുതൽ അറിയുള്ളൂ. എന്തായാലും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഈ ടൂറിസ്റ്റ് മേഖലയിലൊക്കെ പോണതിനേക്കാളും ഇതുപോലെയുള്ളിടത്തൊക്കെ ഇപ്പോൾ ഉള്ള ഇപ്പോഴത്തെ ഉള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന, കാരണം ഇപ്പോൾ ഉള്ള കുട്ടികൾക്കുള്ള ഒരു ട്രഡീഷണലായിട്ടുള്ള ആർട്ടുകളാണ് ഇവിടെ കൂടുതലും ഉള്ളത്. അപ്പം അവർക്ക് ഇതുപോലെ കൊണ്ട് കാണിക്കും തോറും കലാവാസനയും കാര്യങ്ങളൊക്കെ കൂടും. ഇങ്ങനെ ചെയ്യണമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്നും ഒക്കെ നമുക്ക് ഇപ്പോൾ എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ട് അറിയാം, പക്ഷേ എങ്കിലും ഇത്രത്തോളം കണ്ടിട്ടില്ല ഞാൻ. അപ്പോൾ ഇത് ഇവിടെ തന്നെ വന്നപ്പോഴാണ് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കാണുന്നത്. നമുക്ക് ഫോണിൽ കാണുന്നതിൽ എന്തായാലും ഒരു പരിധിയും കാര്യങ്ങളും, പക്ഷെ നേരിട്ട് വന്ന് കാണണം. നേരിട്ട് കണ്ടാലേ നമുക്കതിനെ ആ ഒരു എല്ലാത്തിലും ഒരു പെർഫെക്ഷനുണ്ട്. അതെന്തായാലും ഒന്ന് നേരിട്ട് കാണുമ്പോഴേ നമുക്ക് അതിനെക്കുറിച്ച് അറിയാം. പിന്നെ അവർ സെറ്റ് ചെയ്ത് എല്ലാം ഒന്ന് ക്രമീകരിച്ചിരിക്കുന്നത്, പിന്നെ അവിടുത്തെ ആ ഒരു സീനറി നമ്മൾ കയറി വരുമ്പോഴായാലും എല്ലാം അന്നേരം അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ആർട്ട് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ക്യുല്ലിംഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിന് അങ്ങനെയാണോ പറയുന്നത് എനിക്കറിയില്ല. നമ്മുടെ ഈ കമ്മലുകളൊക്കെ ഉണ്ടല്ലോ, ഈ ജിമിക്കിയൊക്കെ ഉണ്ടാക്കുന്ന, ജിമിക്കി മാത്രമല്ല വേറെ തരത്തിലുള്ള കമ്മലുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ട്. അത് വെച്ചിട്ടാണ് ഈ ആർട്ടും ചെയ്തിരിക്കുന്നത്. ഇത് നല്ല അടിപൊളിയാണ്. പക്ഷെ നമ്മൾ നല്ല ഇതായിട്ട് ചെയ്താൽ നന്നായിട്ട് പെട്ടെന്നല്ല സമയമെടുത്ത് ചെയ്യാൻ പറ്റുന്നൊരു ഇത് തന്നെയാണ് ഈ ക്യുല്ലിംഗ് ആർട്ട്. എൻ്റെ പേരങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെയാണ് അത് ഫുള്ള് അങ്ങനെയാണോ എന്ന് തോന്നുന്നു. അപ്പോൾ ഇതെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഈ വർക്കുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഈ ക്യുല്ലിങ്ങിൻ്റെയൊക്കെ ഇതൊക്കെ ആർട്ട് ചെയ്യാൻ എനിക്കും ഒരുപാട് നാളായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിൽക്കുകയാണ് ഞാൻ. ഇങ്ങനെ ചുരുട്ടുന്നതിലേക്ക് ഒരു ഇത് നോക്കിയിട്ടാണ് പിന്നെ നമ്മൾ ചെയ്യാമെന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇതെല്ലാം ചേട്ടനായിരിക്കും ചെയ്തിരിക്കുന്നത്. ആരാണ് അറിയില്ല. അപ്പോൾ കണ്ടോ, ഇതെല്ലാം എനിക്ക് ആ ഗണപതിയുടെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഇനി പോകുമ്പം വാങ്ങിക്കുക എന്നുള്ള രീതിയിലാണ് ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് ഇതിനെ കണ്ടോ, ഇതെല്ലാം അവർ ചെയ്തതാണ്. കണ്ടോ, എല്ലാം ഒരു ക്രമീകരിച്ചിരിക്കുന്നത് അത്ര അടിപൊളിയായിട്ടാണ്. ഈ ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അത്ര എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് കാണുകയും ചെയ്യാം, കാണുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ തന്നെ തോന്നുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ അവർ അതെല്ലാം ക്രമീകരിച്ചിരിക്കുന്നതും ആ ഒരു രീതിയിലാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പം കാണിച്ച ആ വർക്കാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് എനിക്ക് നല്ല അടിപൊളിയായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ഇത് പിന്നെ നമ്മൾ ഓരോന്നും കണ്ട് അടുത്തതിലോട്ട് പോവുകയാണ്. എല്ലാം
ഓരോന്നും കണ്ട് പോകുമ്പോൾ എല്ലാം ഒന്നിനൊന്നും വെച്ചോന്ന് കൊണ്ട് പറയും. ഇല്ല ഏതാണ് അത്ര അടിപൊളി എന്ന് പറയാൻ പറ്റില്ല. എല്ലാം നമ്മൾ കാണുന്നത് നമ്മൾ ഇതുവരെയും കാണാത്ത തരത്തിലുള്ളതും ഇത് നമ്മുടെ വീടിൻ്റെ ഇത്രയും അടുത്തുണ്ടായിട്ട് പോലും നമ്മൾ ഇത്രയും നാളിന് ശേഷം ഇപ്പോഴാണ് കാണുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഒരിതിന് ഇതുമൊക്കെ ഓരോരുത്തരും ചെയ്തുകൊണ്ട് വരുന്നതാണ്, ചെയ്തുകൊണ്ട് വെച്ചിരിക്കുന്നതാണ്. ഒരു കപ്പലാണ്. കപ്പലെന്ന് പറയാൻ പറ്റുമോ എൻ്റെ പേരെനിക്ക് വലുതായിട്ട് അറിയില്ല. അപ്പോൾ ഇത് തടിയിലൊക്കെ ചെയ്തിരിക്കുന്നതാണ്. പല സൈസിലുണ്ട്, പല അത് കാണണം, നല്ല വലുത് ചെറുതുണ്ട് വലുതുണ്ട്. കാണാൻ തന്നെ ഒരു രസമുള്ളൊരു ഇതാണ് കണ്ടോ എല്ലാം. അപ്പം നമ്മൾ അടുത്തൊരു സ്റ്റുഡിയോയിലോട്ട് പോവുകയാണ്, അടുത്തത് കാണാൻ. കണ്ടോ ഒരു പ്രകൃതി ഭംഗിയുണ്ട്, എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല കാറ്റാണ് കേട്ടോ അവിടെയൊക്കെ ഇരിക്കുമ്പം, രസമുണ്ട് കാണാനും കൊള്ളാം. അവിടെ കുറച്ച് നേരം ഇരിക്കാനൊക്കെ അടിപൊളിയാണ്. അപ്പം നമ്മൾ അടുത്ത് പോകുന്നത് ഈ തെങ്ങിൽ നിന്ന് ഉണങ്ങിയ തേങ്ങകളുണ്ടല്ലോ, അത് സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ആവശ്യം ഇത് തേങ്ങയാണ്. അപ്പോൾ അത് മാത്രം എടുത്ത് ഈ തൊണ്ടിങ്ങനെ നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ കലാകാരൻ അതിൽ വെച്ച് തന്നെ അതൊരു പലതരത്തിലുള്ള ഒരു ആർട്ടായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് അതിൽ വലിയൊരു കാര്യമല്ലേ. എനിക്ക് ഇതിലൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ കണ്ടോ ഇതെല്ലാം അതൊക്കെ ഈ തേങ്ങ വെച്ചിട്ട് ചെയ്യുന്നതാണ്, ഈ ഉണക്ക തേങ്ങ വെച്ചിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ കളയുന്ന പല വസ്തുക്കളും വെച്ചിട്ടാണ് ഓരോ നമ്മൾ കണ്ടാൽ പോലും അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. കണ്ടോ അത് വെച്ചിട്ട് ചെയ്തതാണ് ബുദ്ധൻ്റെത്, പിന്നെ ഈ ഒരു പട്ടിയുടെ ഫേസ്, ആന, പിന്നെ ഈ മണി പ്ലാന്റൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ തരത്തിലുള്ളത് എല്ലാം കണ്ട് തന്നെ നേരിട്ട് തന്നെ വന്ന് കാണണം, അത്ര മനോഹരമാണ് ഇതെല്ലാം. ഉണ്ടോ ഇതെല്ലാം ഒരു വീഡിയോയിൽ കാണിക്കാൻ ഒരുപാട് ലെങ്ത് ആവുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.